അപ്പോൾ ഞങ്ങൾ വീണ്ടും ഉത്രാളിക്കാവിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അടിപൊളി, നമ്മുടെ ബാക്കിൽ കാണാൻ ഉത്രാളിക്കാവ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഉത്രാളിക്കാവിലേക്ക് പോകാണ്ട കേസ്. ഞങ്ങൾ ഇപ്രാവശ്യം പോണത് നേരെ ഞങ്ങൾ ആലത്തൂരിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് ചേലക്കര ആ ഭാഗത്തൂടെയൊക്കെയാണ് കേസ് ഞങ്ങൾ പോണത്. അപ്പോൾ ഈ വഴി ആദ്യമായിട്ടാണ് വരുന്നത്. നോക്കുമ്പോൾ അടിപൊളി റോഡായിരുന്നു, എന്താ പറയുക, സൂപ്പറായിരുന്നു കേട്ടോ. ഡ്രൈവ് ചെയ്യാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വന്ന് ഞങ്ങൾ അകമല എത്താനായിട്ട് കേസ്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന ആ ടെമ്പിളാണ് ശ്രീ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കേട്ടോ. നമ്മുടെ ശബരിമല സീസണിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഉത്രാളിക്കാവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ റോട്ടിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഉത്രാളിക്കാവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നേരെ കാണാൻ ഉത്രാളിക്കാവ്. ഞങ്ങൾ വൈകിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ റോഡിന് രണ്ട് സൈഡും പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. പാടത്തൊക്കെ ഒരുപാട് പേര് നിന്നിട്ട് എന്താ പറയുക, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം അങ്ങറ്റത്ത് ദൂരമായിട്ട് ഗൈസ്. കാണണ്ടെന്നറിയില്ല, അടിപൊളി അല്ലേ? ഇവിടെ നിന്നൊരു ട്രെയിനിൻ്റെ ഒരു കാഴ്ചയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഉത്രാളിക്കാവ് ക്ഷേത്രം. ഉത്രാളിക്കാവ് ക്ഷേത്രം സാധാരണ അറിയപ്പെടുന്നത് രുദ്രമഹാകാളി ക്ഷേത്രം എന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ളത് വർഷത്തിൽ നടക്കുന്ന പൂരമാണ് കേട്ടോ. അപ്പോൾ ഉത്രാളിക്കാവ് പൂരമാണ് വലിയൊരു എന്താ പറയുക, നമ്മൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള നല്ലൊരു വെടിക്കെട്ടൊക്കെ നടക്കുന്നത് ഈ ഉത്രാളിക്കാവ് പൂരത്തിനാണ് ഗൈസ്. ഉത്രാളിക്കാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാണുന്ന ഈ ഭംഗി തന്നെയാണ് കേസ്. നല്ലൊരു മനോഹരമായൊരു ക്ഷേത്രമാണ്, പാടങ്ങളുടെ നടുവിലൊരു ക്ഷേത്രം. അതിന് ബാക്കിലൂടെ ഒരു ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെടി വഴിപാട് നടത്താറുണ്ട് കേസ്. ഒരു വെടിക്ക് 15 രൂപയാണ്. അപ്പോൾ 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ 2 പേർക്കും അവർ 2 കഥന വെടി പൊട്ടിക്കും കേട്ടോ.